യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുവാൻ ഭാഗ്യവും അവസരവും സമയവും ഒക്കെ ലഭിച്ചതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇന്ന് ദൈവവചനം കേൾക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുക: കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എനിക്ക് ഇന്ന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ചിലതുണ്ട്. ഇന്നെൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ട ചില നന്മകളുണ്ട്. അതിനെ തടയുന്ന എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കിട്ടേണ്ട സന്തോഷത്തെ, സമാധാനത്തെ, അനുഗ്രഹത്തെ തടയുന്ന എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലോ കുടുംബ സാഹചര്യത്തിലോ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ അനുഗ്രഹം, ആ ലഭിക്കേണ്ട നന്മ, ആ വിജയം, ആ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ വരാനിടയാകണമേ. അതിന്ന് അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യവും അനുഗ്രഹവും തരണമേ. പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, അതൊരു അനുഗ്രഹമാണ്. ഇന്നലെ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഒരു മേജർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണാൻ വന്ന ഒരാൾ, അദ്ദേഹത്തിന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര ഭയമാണ്. സൈക്കാട്രിസ്റ്റിനെ കണ്ടു, പല ഡോക്ടർമാരെ കണ്ടു, പലരുടെ ഉപദേശം നേടി. അപ്പോൾ ആ ഡോക്ടർ ഡെയിലി ബ്ലെസ്സിങ് കാണാൻ സജസ്റ്റ് ചെയ്തു, പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇങ്ങനെയൊരു പ്രാർത്ഥനയുണ്ട്, പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേൾക്ക്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു രോഗം വന്നേ പിന്നെ ആ ഭവനത്തിൽ താമസിക്കാൻ, ആ മുറിയിൽ കിടക്കാൻ ഭയങ്കര ഭയമാണ്, ഒരു മരണഭയം. പിന്നീട് ആ ഡോക്ടർ പല പ്രാവശ്യവും അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെ പോകുന്നു, മാറ്റമുണ്ടോ? അദ്ദേഹത്തിന് ഈ പ്രാർത്ഥനയെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഇത് കൂടാൻ പറഞ്ഞു. ആ വചനങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുള്ള ഭയം മാറി, ടെൻഷൻ മാറി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, സാധാരണ പോലെയായി. ആ വീട്ടിൽ അദ്ദേഹത്തിന് നല്ല സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, വളരെ ഹാപ്പിയാണ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു കാര്യമായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഇതിലൂടെ കടന്നുപോയ പലർക്കും ഇതൊക്കെ വലിയൊരു അനുഭവം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും കേൾക്കുന്ന വചനം ഓരോ തരത്തിൽ അത് അനുഭവവും അനുഗ്രഹവും ഒക്കെ ആകുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ്, അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ ശക്തിയുള്ളതാണല്ലോ ദൈവത്തിൻ്റെ വചനം. വേറൊരു ബിസിനസ്സുകാരൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറേ നാളുകൾക്ക് മുമ്പാണ് ഡെയിലി ബ്ലെസ്സിങ് കാണുമായിരുന്നത്, ഇപ്പോൾ അങ്ങനെ റെഗുലറായിട്ടൊന്നും ഞാൻ കാണാറില്ലായിരുന്നു. അദ്ദേഹം ദുബായിലുള്ളൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഒരു പ്രാവശ്യം എൻ്റെ ബിസിനസ്സിൽ എനിക്ക് ഭയങ്കര പരീക്ഷണങ്ങൾ, നഷ്ടങ്ങൾ ഉണ്ടായി. എൻ്റെ മനസ്സ് താഴ്ന്നപ്പോൾ ഞാൻ ഒരു ദിവസം അവരുടെ വീടിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലിരിക്കുമ്പോൾ അദ്ദേഹം പറയുക, ഞാൻ ദിവസങ്ങൾക്ക് മുമ്പ് എപ്പോഴോ കേട്ട, ഡെയിലി ബ്ലെസ്സിങ്ങിൽ കേട്ട വചനം എനിക്ക് ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. അത് ബൈബിളിൽ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ആ വചനം ഇങ്ങനെ ഓർമ്മ വന്നു. ആ ഓർമ്മ വന്ന വചനം എന്നെ ബലപ്പെടുത്തി ആ സമയത്തുള്ള പ്രശ്നത്തിനത് പരിഹാരമായി. ഞാൻ പറയുന്നത്, ഓരോ ദിവസവും കേൾക്കുന്ന വചനം ആ ദിവസം ശരിക്കും പ്രയോജനപ്പെട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ മറ്റൊരു സമയത്തായിരിക്കും അത് ഏറ്റവും വലിയ പ്രയോജനമായും അനുഗ്രഹമായിട്ടും വരുന്നത്. നിങ്ങൾ കേൾക്കുന്ന വചനം ഒരിക്കലും വെറുതെ ആകില്ല, അതൊരു അനുഗ്രഹത്തിലേക്ക് നയിക്കും. ഇന്ന് ദൈവവചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ തിമോത്തിയോസിനെഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. തിമോത്തിയോസിനെഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഈ കാരണത്താലാണ്
ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്. ഞാനതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. അവിടെ ഒരു വാക്ക്, ഒരു വചനമാണ്, ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മളൊക്കെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്നും ജീവിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം. ഇവിടെ പറയുന്ന വാക്കാണ്, ഞാൻ പല കാര്യത്തിലും സഹിക്കുന്നുണ്ട്, അതിൽ ഞാൻ നാണം കെട്ടു പോകുന്നില്ല, ലജ്ജിക്കുന്നില്ല. കാരണം ഞാൻ ആരിലാണ് ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്നെ പൂർണ്ണമായി ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ. ആ രണ്ട് വാക്കും ഗൗരവമുള്ള, നല്ല കാമ്പുള്ള രണ്ട് വാക്കുകളാണ്. ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരാളെ ഭദ്രമായി കാത്തു സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളും ഇങ്ങനെ പറയണം, കർത്താവേ, ഭദ്രമായി എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തു സൂക്ഷിക്കണമേ. ആ വാക്കിന് എന്താണ് അർത്ഥം? നമ്മൾ പറയില്ലേ, വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും അടുത്തേൽപ്പിച്ചാൽ നമ്മൾ പറയും, അത് ഭദ്രമായി വച്ചേക്കണം കേട്ടോ, അത് അലമാരി ഭദ്രമായി വച്ചേക്കണം കേട്ടോ, അത് വിലപിടിപ്പുള്ളൊരു പേപ്പറാണ്. ഇതുപോലെ പറയുക, ദൈവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മുടെ ശുശ്രൂഷയുടെ മുഴുവൻ നിയന്ത്രണവും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവം ചെയ്യുന്ന കാര്യമാണ്, ഭദ്രമായി കാത്തു സൂക്ഷിക്കും. ദൈവവചനം പറയുവാണ്, എന്നെ ഭരമേൽപ്പിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ദൈവം നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെ, അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പഠനം, അവർ വിദേശ രാജ്യത്താണ്, കുടുംബമായിട്ട് അവിടെയാണ്, ജോലിയിൽ അവിടെയാണ്, സ്കൂളിൽ ഇവിടെയാണ്, ഹോസ്റ്റലിൽ അവിടെയാണ്, എവിടെയുമായാലും നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് ഭദ്രമായി, കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും മക്കളെയും അവരുടെ ആരോഗ്യത്തെയും പഠനത്തെയും കുടുംബത്തെയും എല്ലാം ഭദ്രമായി കാത്തു സൂക്ഷിക്കണമേ. തകർന്നു പോകാതെ, വീണു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ സർവശക്തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നമ്മുടെ നിയന്ത്രണം മുഴുവൻ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ നിയന്ത്രണം, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ, ശുശ്രൂഷയുടെ പ്ലാൻ, പദ്ധതികൾ മുഴുവൻ നിയന്ത്രണവും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ആരെങ്കിലും ഇന്ന് ഒത്തിരി സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെയൊക്കെ ഇരിക്കുവാണോ? പല കാര്യങ്ങളെയും ആലോചിച്ച് ഭയങ്കര ടെൻഷനാണോ മനസ്സിൽ? ഭയങ്കര അസ്വസ്ഥതയാണോ? ഒരു ശാന്തതയില്ലേ മനസ്സിന്? നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച്, ദൈവമേ, അങ്ങിലുള്ള ആ സമാധാനത്തെ, ആ സ്വസ്ഥതയെ, ദൈവത്തിലുള്ള ആ സമാധാനത്തെ ഇന്ന് എന്നിൽ നിറയ്ക്കണമേ. അങ്ങയിലുള്ള ആ സമാധാനത്തെ, സ്വസ്ഥതയെ എനിക്ക് തരണമേ. അങ്ങയുടെ കരങ്ങളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ആരോഗ്യത്തെയും മക്കളെയും ജീവിതത്തെയും ശുശ്രൂഷകളെയും ഭദ്രമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും അങ്ങേക്ക് തരുന്നു. ഈ ആലയത്തിൻ്റെ ശുശ്രൂഷയുടെ, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ, പ്രാർത്ഥനയുടെ മുഴുവൻ നിയന്ത്രണവും അങ്ങേക്ക് തരുന്നു. അതൊരനുഗ്രഹമായിട്ട് മാറും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും പറയുകയാണ്, സന്തോഷമായിട്ടിരിക്കണം.
സമാധാനത്തോടെ ആയിരിക്കണം, സ്വസ്ഥതയോടെ ആയിരിക്കണം. നിങ്ങൾ ജീവിതത്തിൻ്റെ പല പ്രയാസങ്ങളിലും ഒറ്റയ്ക്കല്ല. ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് നിങ്ങളുടെ കൂടെ. സമാധാനത്തോടെ ആയിരുന്നു മുന്നോട്ട് പോട്ടെ. ദൈവം കൈ പിടിച്ചിട്ടുണ്ട്. വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുകൊള്ളും. ഇന്ന് 2-ാം തീയതിയാണ്, ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇവിടെ പ്രാർത്ഥനയുള്ള ദിവസമാണ്. നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. നാളെ 3-ാം തീയതി ആദ്യ വെള്ളിയാഴ്ചയാണ്. നാളെ ദുഃഖ്രാനയാണ്, അവധി ദിവസമാണ്. നാളത്തെ ശുശ്രൂഷകൾ ഒത്തിരി അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിവസമുണ്ട്. നിങ്ങൾക്കും ആഗ്രഹിക്കുമ്പോൾ ഒരുമിച്ച് പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയുടെ ആശീർവാദത്തെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, സ്വസ്ഥതയോടെ ഇരിക്കുക. തനിച്ചല്ല കേട്ടോ, ഒറ്റയ്ക്കല്ല നിങ്ങൾ. പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ. പ്രാർത്ഥനയിൽ കൂടെ ഉണ്ട് കേട്ടോ, പ്രാർത്ഥനയിൽ കൂടെ ഉണ്ട്. ധൈര്യത്തോടെ ഇരിക്കുക. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം സകലതും മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ഐശ്വര്യമുണ്ടാകട്ടെ. നിങ്ങളുടെ യാത്രകൾ അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ രോഗം സൗഖ്യമാകട്ടെ. നിങ്ങളുടെ ആ രോഗം, ആ മുഴ സൗഖ്യമാകട്ടെ. ആ മുറിവ് വേഗത്തിൽ ഉണങ്ങട്ടെ. ആ പ്രതിസന്ധി വേഗത്തിൽ മാറട്ടെ. ആ സാമ്പത്തിക ബുദ്ധിമുട്ട്, ആ ഫീസ് അടയ്ക്കാൻ പറ്റാത്തത്, ആ വിവാഹത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ മാറട്ടെ. ദൈവാനുഗ്രഹമാകട്ടെ. ഒരു സാക്ഷ്യത്തിന് കാരണമാകട്ടെ. ഒരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ. അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ. അങ്ങയുടെ ശക്തി ഇന്ന് അറിയാൻ ഇടവരണമേ. നല്ല ജീവിതം, നല്ല ഭക്ഷണം, നല്ല സൗകര്യമുള്ള ഭവനം എല്ലാം ദൈവം ഒരുക്കി തരട്ടെ. നല്ല ജോലി, നല്ല ജീവിതം, നല്ല ആയുസ് ഒക്കെ ദൈവം നൽകട്ടെ. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ ഇരിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ ആദ്യ വെള്ളിയാഴ്ചയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. അടുത്തും വരാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ളവർക്കൊക്കെ വരാം, പ്രാർത്ഥിക്കാം. വചനമൊക്കെ കേട്ട്, ദൈവവചനമൊക്കെ കേട്ട് ഏറ്റവും അനുഗ്രഹത്തോടെ ആയിരിക്കാൻ ഇടവരട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കുന്ന ഓരോരുത്തരും ചെയ്യുന്നത് സുവിശേഷ വേലയാണ്. അതൊരു അനുഗ്രഹമായിട്ട് മാറും. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കട്ടെ. ആമേൻ.